ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടെസ്റ്റിൽ ആദ്യ ദിനം ഇന്ത്യ 318 റൺസിന് 2 എന്ന ശക്തമായ നിലയിലാണ്. യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറി, സായ് സുദർശന്റെ അർദ്ധ സെഞ്ചുറി. ഇന്ത്യ ഏതാണ്ടൊരു ശക്തമായ നിലയിൽ നിൽക്കുകയാണ്. ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഫിജാസ് ആണുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരു ശക്തമായ നിലയിലാണ്. യശസ്വി ജയ്സ്വാൾ എറ്റ് അനദർ സെഞ്ചുറി. ഇന്നത്തെ കളി എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യ ഒരു കേക്ക് വാക്ക് കളി, ഇന്ത്യക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള കളിയാണ് ഇപ്പം നടക്കുന്നത്. അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ കോമ്പറ്റീഷനും ഇല്ലാണ്ട് എളുപ്പം കളിച്ചു പോകാമെന്ന് പറയില്ലേ, ആ ഒരു കളിയാണ് ഇപ്പം കാണുന്നത്. ഇപ്പം ബാറ്റിംഗ്, നമ്മൾ ടോസ് കിട്ടി ബാറ്റിംഗ് എടുക്കുന്നു. തുടക്കത്തിൽ രാഹുൽ നന്നായി കളിച്ച് പുറത്താവുന്നു. പിന്നെ സുദർശൻ ഡെബ്യൂ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു നല്ല ഇന്നിങ്സ് സുദർശൻ്റെ ബാറ്റിൽ നിന്ന് വരുന്നത്. അത് സെഞ്ചുറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 87 റൺസ് വാല്യുബിളാണ്. പുള്ളിയുടെ ഒരു കരിയറിനൊരു ബൂസ്റ്റാണ് ഈ ഇന്നിങ്സ്. പിന്നെ ജയ്സ്വാളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ജയ്സ്വാൾ പിന്നെയും പുള്ളി അടയാളപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പിന്നെയും കാണുന്നത്. അതാണ് എനിക്ക് തോന്നിയത് ഇപ്പം ഈ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ആകെ 2-3 ഇതിലപ്പുറമുള്ളൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല വെസ്റ്റ് ഇൻഡീസ്. ഇല്ല, ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം കഴിഞ്ഞ കളീൻ്റെ അതേപോലെ തന്നെ ഇപ്പോഴും ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും വലിയ പ്രകടനങ്ങളോ ഒന്നും വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്റൻറ്റും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ആസ് എ ടെസ്റ്റ് ക്രിക്കറ്റിന് തന്നെ ഒരു കൈൻഡ് ഓഫ് നിരാശ ഫീലാണ് ഈ കളി കാണുമ്പോൾ ഉണ്ടായത്. വെസ്റ്റ് ഇൻഡീസ് ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് യശസ്വി ജയ്സ്വാളിന്റെ പെർഫോമൻസ് ആണ്. 170ക്ക് മുകളിൽ അദ്ദേഹം സ്കോർ ചെയ്യുന്നു. ഒരു 150ക്ക് മുകളിൽ സ്ഥിരമായി സ്കോർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായി. മാത്രമല്ല 24 വയസ്സ് തികയുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയവരുടെ ലിസ്റ്റിൽ യശസ്വി ജയ്സ്വാൾ ഇപ്പം ഇതിഹാസ താരങ്ങൾക്കൊപ്പമാണ്. ഒന്ന് ഡൊണാൾഡ് ബ്രാഡ്മാനാണ് അദ്ദേഹത്തിന്റെ മുകളിലുള്ളത്, സച്ചിൻ ടെണ്ടുൽക്കറാണ്, ഗ്യാരി സോബേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് അദ്ദേഹം കണക്ട് ചെയ്യുന്നു, വളരെ അഗ്രസീവായിട്ട് തന്നെ കളിക്കുന്നു. ഒരു 70യുടെ അടുത്തുള്ള ഒരു സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു. അപ്പം ടെസ്റ്റിലുള്ള ഈ യശസ്വി ജയ്സ്വാളിൻ്റെ ഈ ഒരു ഫോമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ജയ്സ്വാൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓരോ കാലഘട്ടത്തിന് ഓരോ കളിക്കാരുണ്ടാവും. ഇപ്പം ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരു കാലത്ത് സുനിൽ ഗവാസ്കർ, പിന്നെ സച്ചിൻ വരുന്നു. ഇതിനിടയിൽ വേറെ കുറേ കളിക്കാരുണ്ട്. ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിന് നമ്മൾ ഓർക്കുന്നത് ഇത്തരം ചില കളിക്കാരെ വെച്ചിട്ടായിരിക്കും. ഇപ്പം ഗവാസ്കർ വരുന്നു, സച്ചിൻ വരുന്നു, അതിനുശേഷം വിരാട് കോഹ്ലി വരുന്നു. ഇനി അടുത്തത് ഗില്ലാണെന്ന് പറയുമെങ്കിലും ഗില്ലിന് ശക്തമായ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാവുന്ന ഒരു കളിക്കാരനാണ് ജയ്സ്വാൾ. ഫിജാസിന്റെ എന്താണ് ഒരു ഗില്ലാണ്, ഇപ്പോൾ ഗില്ലിന്റെ പേര് പറയുന്നു, ജയ്സ്വാളിന്റെ പേര് പറയുന്നു. അപ്പോൾ ഫിജാസിന്റെ ഒരു കൺസെപ്റ്റിൽ ഗില്ലാണോ അതോ ജയ്സ്വാൾ ആണോ നെക്സ്റ്റ് ബിഗ് തിങ്? എനിക്ക് തോന്നുന്നത് ജയ്സ്വാൾ ആയിരിക്കും എന്നാ. കാര്യം എന്തുകൊണ്ടാണ്? ജയ്സ്വാൾ ഇപ്പം തന്നെ 3 ഫോർമാറ്റിലും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളി പുള്ളി കാണിച്ചു കഴിഞ്ഞു. ഇപ്പം ഏകദിനത്തിൽ അരങ്ങേറിയിട്ടില്ലെങ്കിൽ പോലും ഒരു മത്സരം കളിച്ചു. ഒരു മത്സരം കളിച്ചു അല്ലേ. ഏകദിനത്തിൽ അത്ര അങ്ങോട്ട് സെറ്റായില്ലെങ്കിൽ പോലും 2020ലും ടെസ്റ്റിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ കളിയുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഒരു മത്സരത്തിൽ കളിച്ചുള്ളൂ. പക്ഷേ ടെസ്റ്റിൽ അദ്ദേഹം 2 ഫോർമാറ്റാണ്. ഒരു T20 എന്ന് പറയുമ്പോൾ 20 ഓവറിൽ പരമാവധി സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുക. ടെസ്റ്റിലാവുമ്പോൾ ലോങ് ഫോർമാറ്റാണ്, 5 ദിവസം നീണ്ടുനിൽക്കുന്ന കളിയാണ്. അപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി നോക്കുമ്പോൾ ഫിജാസിനെ ഞാൻ അനുകൂലിക്കുന്നു. കാരണം ജയ്സ്വാളാണ് ഗില്ലിനേക്കാൾ ഒരു പടി മുന്നിൽ ഇപ്പം നിൽക്കുന്നുണ്ട്. ഗില്ല് മോശമാണെന്നല്ല, ഗില്ലിനേക്കാളും ഒരു ബൈ ചാൻസ് ജയ്സ്വാൾ കയറി വരാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. അതാണ് പുള്ളി ഇപ്പം കാണിക്കുന്ന കളികളെല്ലാം. കാര്യം പുള്ളി കോമ്പറ്റീറ്റ് ചെയ്യുന്നത് തന്നെ സച്ചിൻ, ബ്രാഡ്മാൻ, സോബേഴ്സ് ഇതേപോലെയുള്ള ഇതിഹാസങ്ങൾക്കൊപ്പമാണ്. അതാണ് 24 വയസ്സ് തികഞ്ഞില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 48 ഇന്നിങ്സുകളിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ 7ാമത്തെ സെഞ്ചുറി. അതിൽ 2 ഡബിൾ സെഞ്ചുറി, അതിൽ 4 തവണ 150 കൺവേർട്ട് ചെയ്തു. ഒരു ടെസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ ഡാഡി 100s അടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഓസ്ട്രേലിയ പോയിട്ട് 168 എന്തോ അടിക്കുന്നുണ്ട് ബ്രിസ്ബെയിനിൽ. എനിക്ക് ഉറപ്പില്ല, എന്നാലും അവിടെ ഒരു 168 അടിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇപ്പം 2 ഡബിൾ സെഞ്ചുറി അടിച്ചു. ഇപ്പോൾ അടുത്ത 150 അടിക്കുന്നു. ഇംഗ്ലണ്ടിൽ സെഞ്ചുറി അടിക്കുന്നു. പോകുന്നിടത്ത് എല്ലാം റണ്ണുണ്ട്. അപ്പം അതായത് ഡിഫറെന്റ് വെന്യൂസിലാണ് അദ്ദേഹത്തിന്റെ സെഞ്ചുറികളൊക്കെ വന്നിട്ടുള്ളത്. അദ്ദേഹം ഏത് ടീമിനെതിരെ ആണെങ്കിലും ആ ഒരു ശൈലി നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കെയർലെസ് ആറ്റിറ്റ്യൂഡാണ്. അതായത് നമുക്ക് കുറേ കാലത്തിന് ശേഷമായിരിക്കണം ഇങ്ങനെ ഇപ്പം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് ശിഖർ ധവാന്റെയും പൃഥ്വി ഷായുടെയും ഒക്കെ ആ ഒരു ഓപ്പണിംഗ് ശൈലിയാണ്. ശിഖർ ധവാൻ വന്ന സമയത്ത് 180ക്ക് മുകളിൽ 180
8 റൺസ് ഫസ്റ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയിരുന്നു. അതൊരു വലിയൊരു സംഭവമായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് അത് വന്നു. 180ക്ക് മുകളിലുള്ള റൺസ് നേടുന്നു. അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ ശിഖർ ധവാൻ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണറാണ് എന്നുള്ള രൂപത്തിൽ വരുന്നു. വീരേന്ദ്ര സെവാഗിന് ശേഷം നമുക്ക് ലഭിച്ചൊരു വരദാനം എന്നുള്ള രൂപത്തിൽ ചർച്ചകൾ വരുന്നു. പക്ഷേ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ശിഖർ ധവാന് പിന്നെ ടെസ്റ്റിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് പുറത്താവുന്നു. അതിനുശേഷം പൃഥ്വി ഷാ വന്നു. പൃഥ്വി ഷാ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ ആ സമയത്ത് വിലയിരുത്തിയിരുന്നത് സച്ചിൻ്റെയും ലാറയുടെയും സെവാഗിൻ്റെയും ഒക്കെ ഒരു സങ്കര ഇനം എന്നുള്ള രൂപത്തിലാണ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ പൃഥ്വി ഷാ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്നു. പിന്നെ പൃഥ്വി ഷായും മെല്ലെ ഫോം ഔട്ട് ആവുന്നു. ഇപ്പോൾ ടീമിൻ്റെ റഡാറിൽ പോലും ഇല്ല, സെലക്ഷൻ്റെ റഡാറിൽ പോലും ഇല്ല. അതിനുശേഷം യശസ്വി ജയ്സ്വാൾ വരുന്നു. ഒരു വൺ ടൈം വണ്ടർ അല്ലാതെ അദ്ദേഹം സ്ഥിരമായി റൺസ് നേടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതായത് ജയ്സ്വാൾ 2 വർഷത്തിലാണ് ഇത്ര റണ്ണുകൾ ടെസ്റ്റിൽ വാരിക്കൂട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതേ പറഞ്ഞ പോലെ ശിഖർ ധവാൻ്റെ പ്രധാന കാര്യം, ശിഖർ ധവാൻ ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ തന്നെ ശിഖർ ധവാൻ ഓൾമോസ്റ്റ് ഒരു 28-29 ഇയേഴ്സ് ആവുന്നുണ്ട് ഏജ്. അപ്പം ധവാന് പ്രായം അനുകൂലമല്ലായിരുന്നു. പിന്നെ ആ ടൈമിൽ ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ധവാൻ ഈ കണ്ട പോലെ വർക്കൗട്ട് ആയില്ല. അപ്പം 2020 ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും കളി മാറ്റുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അത് ധവാന് വർക്കൗട്ട് ആവാനാണ് ധവാൻ പിന്നെ ടെസ്റ്റിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൃഥ്വി ഷാ ആണെങ്കിൽ പോലും പൃഥ്വി ഷാൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ മാറി. ഇപ്പം ഡൊമസ്റ്റിക്കിൽ പോലും പൃഥ്വി ഷാക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി. ആക്ച്വലി പൃഥ്വി ഷായും ഗില്ലൊക്കെ ഒരേ കാറ്റഗറിയിൽ ഈ അണ്ടർ 19 ടീമിൽ കളിച്ച ആൾക്കാരാണ്. അപ്പം ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ നായകനായിട്ട് ഇപ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ടെസ്റ്റ് ടീമിൻ്റെ നായകനായി. ഇനി ഇപ്പോൾ ഏകദിനത്തിൻ്റെ നായകനായി അദ്ദേഹത്തെ സെലക്ട് ചെയ്തു. സമീപ ഭാവിയിൽ തന്നെ സൂര്യകുമാറിൽ നിന്നും ഈ T20യുടെ നായകനാവാനും സാധ്യതയുണ്ട്. 3 ഫോർമാറ്റിലും നായകനാവാനുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ശുഭ്മാൻ ഗിൽ കളിച്ചിരുന്ന ആ ടീമിലെ ക്യാപ്റ്റനായിരുന്നു പൃഥ്വി ഷാ. അപ്പോൾ പൃഥ്വി ഷാ പതിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, പൃഥ്വി ഷാൻ്റെ ഒരു കരിയറിൻ്റെ ഒരു അത്രയും പിന്നെ തിളങ്ങി നിന്നൊരാൾ, ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആളിപ്പം ഈ ചിത്രത്തിലേ ഇല്ല. പക്ഷേ ശുഭ്മാൻ ഗിൽ ഇപ്പോൾ ഇന്ത്യയുടെ നായകനാവുന്നു. കളിയിൽ എത്രത്തോളം അച്ചടക്കം വലുതാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത് കാര്യം. ഇതൊരു ജയ്സ്വാളിന് ഇനിയൊരു പാടാണ്. ജയ്സ്വാൾ 23 ഇയേഴ്സിൽ ഇത്രയും നേടി, ആ നേട്ടത്തിലും അതിമറക്കാതെ ഇനിയും പുള്ളിയുടെ ആ ഒരു ഇൻറ്റൻറ്റ് വെച്ച് തന്നെ കളിച്ച് നീങ്ങിയാൽ അടുത്ത നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത ബിഗ് തിങ് ആണ് അൺഡൗട്ടബിളി. ഫിജാസ് പറയുന്നത് ജയ്സ്വാൾ ആയിരിക്കും അടുത്ത ബിഗ് തിങ് എന്നുള്ളത്. ആണ് ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ്. അഡാപ്റ്റബിലിറ്റിയാണ് ജയ്സ്വാളിൻ്റെ മെയിൻ സാധനം എന്ന് എനിക്ക് തോന്നിയത്. അതായത് ടെസ്റ്റിലാണേലും 2020 ആണേലും ഇനിയിപ്പോൾ ഏകദിനത്തിൽ വരുവാണെങ്കിലും പുള്ളിക്കൊരു കളിയുണ്ട്. ആ കളിയിൽ തന്നെ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അടുത്ത് ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ മാറുന്ന സമയത്ത് അദ്ദേഹം ഏകദിനത്തിലും ഒരു ഓപ്പണറായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ജയ്സ്വാളിന്റെ ഈ അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇന്നും നമ്മൾ കണ്ടു. തുടക്കത്തിൽ KL രാഹുലാണ് രാഹുൽ ആക്രമിച്ച് കളിക്കുന്നു. പിന്നെ ജയ്സ്വാൾ വന്നിട്ട് ആക്രമണം തുടങ്ങുന്നു. 52 സെഞ്ചുറി വരെയുള്ള സമയം അദ്ദേഹം വളരെ വേഗത്തിൽ എടുക്കുന്നു. മുമ്പ് ആൻഡേഴ്സിനെതിരെ ഹാട്രിക് 6 അടിച്ചതൊക്കെ ഓർമ്മയിലുണ്ടല്ലോ. അതായത് ടെസ്റ്റിൽ അതേ ഒരു T20 ഫോർമാറ്റിലാണ് കളിക്കുന്നത്. അതുപോലെ ഇന്ന് സുദർശൻ്റെ ബാറ്റിംഗ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജയ്സ്വാളിനപ്പുറം തന്നെ പാർട്ട്ണർഷിപ്പ് ഇട്ട് കളിച്ചാണ് സുദർശൻ. 87 അടിച്ചു. സെഞ്ചുറിയിൽ എത്താൻ പറ്റിയില്ലെങ്കിലും ആ ഇന്നിങ്സ് സുദർശനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രധാനപ്പെട്ട ഇന്നിങ്സാണ്. കാര്യം ടെസ്റ്റിൽ വന്നു 5-6 കളി കളിക്കുന്നു, ഒന്നും ആവുന്നില്ല, വിമർശനങ്ങൾ വേറെ വരുന്നു. ഇത് IPL അല്ലെന്ന് ആൾക്കാർ പറയുന്നു. അത് IPL അത്രയും ഫോമിൽ കളിച്ച ഒരാൾ ടെസ്റ്റിൽ വരുമ്പം ഒന്നും ആവാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ പുള്ളിക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്നൊരു 87 അടിച്ച് ഏകദേശം കുറച്ച് നാളത്തേക്കെങ്കിലും ഇനി അവസരം കിട്ടാനുള്ള ഒരു സാധ്യത പുള്ളി നിലനിർത്തിക്കൊണ്ടാണ് ഈ പരമ്പര അവസാനിപ്പിക്കുന്നത്. അത് സുദർശനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഏജ് പുള്ളിയുടെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് നമുക്ക് കണ്ടറിയാം. അതായത് T20യിലെ ഫോമാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് അവസരം നൽകിയത്. മാത്രമല്ല സുദർശനെ നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഈ ഇംഗ്ലണ്ടിലുള്ള സീരീസിൽ സുദർശനും വലിയ കളിയൊന്നും കളിച്ചിരുന്നില്ല. ആകെ ഒരു 50 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കരുൺ നായർ ഇന്ത്യ പുറത്താക്കി. പക്ഷേ സുദർശനെ നിലനിർത്തി എന്നുള്ള രൂപത്തിൽ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. സുദർശനെ സംബന്ധിച്ചിടത്തോളം ഈ റൺസ് ഈ ടെസ്റ്റ് റൺസ് സ്കോർ ചെയ്തിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അടിയായിട്ട് മാറിയാണ്. അതെ അതെ അതെ. മൊത്തത്തിൽ ഇപ്പം നെക്സ്റ്റ് എന്തായിരിക്കും അടുത്ത ദിവസത്തെ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? അടുത്ത ദിവസം ഒരു കുറച്ചുകൂടെ റൺ അടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് സ്ട്രാറ്റജി ഒരു 600 എത്തുമായിരിക്കും നാളത്തെ തന്നെ. പിന്നെ ഡിക്ലെയർ ചെയ്തിട്ട് വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗോടെ ഒരു കളിയും കൂടെ ഇന്നിങ്സ് ജയത്തിന് തന്നെയായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. അതായത് ഒറ്റ ഇന്നിങ്സിൽ പരിപാടി തീർക്കാന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ശ്രമമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇനി ഓസ്ട്രേലിയൻ പരമ്പര വരുന്നുണ്ട്. വിശ്രമം വേണമെന്നുള്ള രീതിയിലായിരിക്കും. 3 ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞ ടെസ്റ്റ് പോലെ 3 ദിവസം കൊണ്ട് തന്നെ കഴിയാനുള്ള സാധ്യതകൾ ആണ് വെസ്റ്റ് ഇൻഡീസ് തരുന്നത് ഇന്ത്യനേക്കാൾ അപ്പുറം. കാര്യം ഒരു കോമ്പറ്റീറ്റീവ് കളി പോലും വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നിരാശാകരമാണ്. ജയ്സ്വാളിന്റെ സ്കോർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര റൺ? ജയ്സ്വാൾ നാളെ 200 എന്തായാലും അടിക്കും. ഉറപ്പാണോ? ഉറപ്പായിട്ട് അടിക്കും. ഇല്ലെങ്കിൽ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇന്ത്യയുടെ ആദ്യത്തെ ദിവസത്തെ കളി നോക്കുമ്പോൾ മൊത്തം ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. യശസ്വി ജയ്സ്വാൾ മറ്റൊരു തകർപ്പൻ സെഞ്ചുറിയോടെ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 600 മുകളിൽ റൺസ് നേടിക്കൊണ്ട് ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തുകയും വെസ്റ്റ് ഇൻഡീസിനെ കഴിഞ്ഞ ടെസ്റ്റിലെ പോലെ പെട്ടെന്ന് തന്നെ എറിഞ്ഞൊതുക്കിക്കൊണ്ട് 2 ഇന്നിങ്സ് അവരെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഇന്നിങ്സ് വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അടുത്ത ദിവസം എങ്ങനെയാവും നമുക്ക് കാത്തിരുന്ന് കാണാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.